എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 40 എണ്ണം തോരന് വേണ്ടി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് 4ആയിട്ട് മുറിച്ചെടുക്കാം. വലിയ ചക്കക്കുരു ആണെങ്കിൽ ഒരു 6 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. മുറിച്ചതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓരോ തരത്തിലുള്ള ചക്കക്കുരുവും വേകുന്നതിന് പലതരത്തിലുള്ള സമയമാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വേകുന്നതിന് വേണ്ടി വെക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ചെറിയ സവോള, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് ഇവയാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർക്കുമ്പോൾ ചക്കക്കുരു തോരൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി നന്നായിട്ട് വരും. ഇഞ്ചി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ചേരുവകളും ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്ക് ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകളും കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ്. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറു തീയിൽ ഒരു 10 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ഒക്കെയുള്ള സീസണല്ലേ ഇപ്പോൾ, എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. അടുത്തതായി ഈ തോരനിലേക്ക് കുറച്ച് കടുകും കൂടെ വറുത്ത് ചേർത്ത് കൊടുക്കാം. കടുക് വറുക്കുന്നതിനായി കുറച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.